റസൂലേ യാ റസൂലല്ലാഹ്. അങ്ങനെയാണ് അവിടുത്തെ പത്നിമാർ പ്രവാചകരെ വിളിക്കുന്നത്. അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞാൻ അങ്ങയുടെ ഭാര്യയാണ്, നാളെ സ്വർഗ്ഗലോകത്തും അങ്ങയുടെ ഭാര്യയാവാൻ തന്നെ കൊതിക്കുന്നു. ഒന്ന് ചോദിച്ചോട്ടെ നബിയേ, ഞാൻ മരിക്കുകയും അങ്ങ് മരണപ്പെടുകയും ചെയ്താൽ നാളെ പാരത്രിക ലോകത്തേക്ക് വിചാരണയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ നബിയേ, അങ്ങയുടെ കുടുംബമാണ് ഞങ്ങളെന്ന് അങ്ങേക്ക് ഞങ്ങളെ ഓർമ്മ വരുമോ നബിയേ? അങ്ങേക്ക് എന്നെ ഓർമ്മ വരുമോ? ഈ ബന്ധങ്ങളും കുടുംബ ബന്ധവും നാളെ അങ്ങേക്ക് ഓർമ്മ വരുമോ നബിയേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അഷ്റഫുൽ ഖൽഖിനോട് ചോദിക്കുകയാണ്. വല്ലാത്തൊരു ചോദ്യം. വിട പറയുന്ന ഒരു യാത്രയ്ക്ക് മുമ്പേ ഇനി എവിടെ നിന്നാണ് കണ്ടുമുട്ടുക എന്ന് ചോദിക്കുന്ന പോലെ, ഇനി എവിടെ നിന്നാണ് ഒരു കാഴ്ചയുണ്ടാവുക? നമ്മൾ പിരിയുകയാണല്ലേ നബിയേ. നാളെ പരലോകത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ ഭാര്യമാർ, അങ്ങയുടെ കുടുംബം, അങ്ങയുടെ മക്കൾ ഞങ്ങളെ എങ്ങാനും അങ്ങ് നാളെ ഓർക്കുമോ നബിയേ? നാളെ ഞങ്ങളെ ഓർക്കുമോ? ആയിഷ, 3 സ്ഥലങ്ങളിൽ ഓർക്കാൻ കഴിയില്ല. 3 സ്ഥലങ്ങളിൽ കുടുംബ ബന്ധങ്ങളെ നമുക്ക് ഓർക്കാൻ കഴിയില്ല. 3 സ്ഥലങ്ങളിൽ സൗഹൃദ ബന്ധങ്ങളെ നമുക്ക് ഓർമ്മ വരില്ല. 3 സ്ഥലങ്ങളിൽ നമ്മൾ കടപ്പാടുള്ള ആളുകൾ പോലും പരസ്പരം മറന്നുപോകുന്ന 3 സ്ഥലങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ ഓർമ്മ വരും. عند الصراط وعند الميزان وعند تطاير الصحف. ആയിഷ, നിങ്ങൾക്കറിയുമോ അല്ലാഹു നാളെ മനുഷ്യന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ തതായുറുസ് സുഹഫ്, ഈ മാലക്ക് ഇങ്ങനെ പാറുന്നത് കാണുമ്പോൾ ഓർക്കാൻ, ആയിരക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകൾ ആദ്യ പിതാവ് ചെയ്യപ്പെടും. നമുക്ക് ഇഷ്ടമുള്ള കൈകൊണ്ട് പിടിക്കാൻ കഴിയില്ല. പറന്നു വരികയായിരിക്കും കിതാബ്. ഓരോരുത്തരുടെയും കർമ്മങ്ങളുടെ റെക്കോർഡാണത്. ഓരോരുത്തരുടെയും കൈകളിൽ നല്ലവർക്ക് വലത് കൈയിലും ചീത്തയാളുകൾക്ക് ചീത്ത കർമ്മങ്ങൾ ചെയ്തവർക്ക് ഇടത് കൈകളിലും വന്ന് പതിയുമ്പോൾ ആയിഷ, നാളെ ആർക്കും ആരെയും അന്നേരം ഓർക്കാൻ കഴിയില്ല മോളെ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. മൈക്ക് നല്ല റാഹത്തായിട്ടുണ്ട്. നിങ്ങൾ വേണേ ചായ കുടിക്കാൻ പോയിക്കോളൂ, കുഴപ്പമില്ല. റിലാക്സ്, ഒന്നും തുടണ്ട. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. നല്ല മൈക്കാണെങ്കിൽ റാഹത്തിൽ നിങ്ങൾക്ക് കേൾക്കാനും സുഖം, എനിക്ക് പറയാനും സുഖമായിരിക്കും. ഞാനിങ്ങനെ ഒരു ഉറക്കച്ചടവിൽ എഴുന്നേറ്റ് നിന്ന് സത്യം പറയുകയാണെങ്കിൽ ക്ഷീണിച്ചിട്ട് ഇന്നലെ ഈ സമയത്താണ് അവിടെ നിന്ന് വിട്ടത്, ജോലി ചെയ്യുന്ന നാട്ടിൽ നിന്ന്. നേരത്തോട് നേരമായി ഒരു 3.5-4 മണിക്കൂറേ ആകെ ഉറങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഇതിങ്ങനെ ചൂട് വെച്ച് ഒരു മെഷീൻ എൻജിൻ ചൂടാകുക എന്ന് പറഞ്ഞ പോലെ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ചൂട് പിടിക്കും ഇൻഷാ അല്ലാഹ്. ആ ഒരു ധൈര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഒറ്റക്കുള്ള ആ യാത്ര, അവന്റെ കാരുണ്യം അല്ലാഹു നമുക്ക് കൂട്ടിന് നൽകട്ടെ. അവന്റെ കരുണ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്ത്. അല്ലാഹുമ്മ സല്ലിം സല്ലിം. അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ എന്ന് മുത്തുനബി തങ്ങൾ അവിടുത്തെ ഓരോ ഉമ്മത്തികളും പാലം കയറുമ്പോൾ കാല് തെറ്റി വീണാൽ നരകമാണ്, സ്വർഗത്തിലേക്ക് സുരക്ഷിതമായി പോവണേ, അല്ലാഹുമ്മ സല്ലിം സല്ലിം, അല്ലാഹുമ്മ സല്ലിം സല്ലിം എന്ന് അവിടെ വിളിച്ചു പറയുന്ന ഒരു നേതാവുണ്ട്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പാലത്തിന്മേൽ ചില കുളത്തുകളുണ്ട്, ഖലാബീബ് വസലാസിൽ, ചങ്ങലകളുണ്ട്, ചില കുളത്തുകളുണ്ട്. അക്രമം ചെയ്ത ആളുകൾ അവിടെ പിടിക്കപ്പെടും, വഞ്ചന ചെയ്തവർ അവിടെ പിടിക്കപ്പെടും, ആളുകളെ ഉപദ്രവിച്ചവർ അവിടെ പിടിക്കപ്പെടും. ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ കാശുണ്ടായിരിക്കെ തിരിച്ചു കൊടുക്കാതെ ആളുകളെ ബുദ്ധിമുട്ടാക്കിയ ആളുകൾ, പിശുക്കന്മാർ അവിടെ പിടിക്കപ്പെടും. കുറ്റവാളികൾ അവിടെ കുളത്തുകൊണ്ട് വലിച്ച് താഴേക്ക് എറിയപ്പെടും. അല്ലാഹുമ്മ സല്ലിം സല്ലിം. ആ യാത്ര നമുക്ക് ഒറ്റക്കാണ് പോവാനുള്ളത്, കൂടെ ആരുമില്ല. അല്ലാഹുവേ നീ രക്ഷിക്കണേ, നീ രക്ഷിക്കണേ എന്ന് ആ പാലം കയറുന്ന തുടക്കത്തിൽ ലോകത്തിന്റെ ഗുരുവുണ്ടാകും മുഹമ്മദ് റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉമ്മച്ചികൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടാകും. എന്നാൽ ഒരാൾക്കും തന്റെ കുടുംബത്തെയോ ബന്ധുക്കളെയോ ആ നേരത്ത് ഓർമ്മ വരികയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ഒരു കാര്യം കൂടെ പറയട്ടെ, നന്മയും തിന്മയും നാളെ അല്ലാഹു തൂക്കി നോക്കാൻ പോകുന്നുണ്ട്. فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. ഈ ലോകാന്ത്യത്തെ സംബന്ധിച്ചുള്ള വിളംബരമാണ് ഈ സൂറയുടെ ആരംഭമെന്ന് നമ്മൾ അറിയണം. അൽ ഖാരിഅതു മൽ ഖാരിഅഹ വമാ അദ്റാക മൽ ഖാരിഅഹ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്ഥൂസ്. പ്രകമ്പനം കൊള്ളിക്കുന്ന, ചെകിടടപ്പിക്കുന്ന ഭീതിതമായ ഒരു ശബ്ദവുമായി ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യം, ഒടുക്കം സംഭവിക്കുമ്പോൾ, ലോകാവസാനം സംഭവിക്കുമ്പോൾ എന്ന് പരിശുദ്ധ ഖുർആൻ. മൽ ഖാരിഅഹ, എന്താണ് ചെകിടടപ്പിക്കുന്ന, പ്രകമ്പനം കൊള്ളിക്കുന്ന ആ ശബ്ദം കൊണ്ടുണ്ടാകുന്ന ലോകാന്ത്യത്തിന്റെ സ്ഥിതി എന്നറിയുമോ നബിയേ? വമാ അദ്റാക മൽ ഖാരിഅഹ, എന്താണ് ആ ലോകത്തിന്റെ ആ അവസ്ഥ എന്നറിയുമോ നബിയേ? യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്ഥൂസ്. ജനങ്ങളെല്ലാം ചിതറിയോടുന്ന പാറ്റകളെ പോലെ മാറുന്ന ദിവസമാണത്. പാറ്റ പൊടിഞ്ഞാൽ ഒരു വിളക്കിന്റെ അരികത്തേക്ക് ദിശയറിയാതെ അവകൾ ഓരോന്നും പാറി വന്ന് ആ വിളക്കിൽ, വെളിച്ചത്തിൽ, തീയിൽ എരിഞ്ഞമരുന്ന് അവരൊക്കെ ചത്തുപോകുന്ന ആ പാറ്റകൾക്ക് ദിശയറിയാതെ പറക്കുന്ന പോലെ, ഗതിയറിയാതെ നടക്കുന്ന പോലെ നാളെ വിചാരണയ്ക്ക് വേണ്ടി ആളുകൾ അവരവരുടെ മരണപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് ദിശയറിയാത്ത ഒരു രീതിയിലായിരിക്കും ചില ആളുകൾക്ക്. അതിന്റെ മുമ്പ് പർവ്വതങ്ങൾക്ക് സംഭവിക്കുന്ന കഥ പറഞ്ഞ അല്ലാഹു. അതിന്റെ അവസാന ഭാഗം വന്ന് ആരുടെ തുലാസാണോ, ആരുടെ തുലാസിന്റെ തട്ടാണോ നന്മ കൊണ്ട് കനം തൂങ്ങുന്നത്, فأما من ثقلت موازينه فهو في عيشة راضية. നാളെ ഒരു തുലാസുണ്ട്. വൽ മീസാനു ഹഖ്ഖുൻ, ആ തുലാസ് സത്യമാണ്, സത്യമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കർമ്മങ്ങളാണ് അവിടെ തൂക്കപ്പെടുന്നത്, വസ്തുക്കളല്ല, മാസുകളല്ല, ഐനുകളെല്ലാം മഅനയാണ് എന്ന് പറയും. അബ്സ്ട്രാക്ട് സാധനങ്ങളാണ്, കോൺക്രീറ്റ് അല്ല. അബ്സ്ട്രാക്റ്റുകളാണ് മനുഷ്യന്റെ കർമ്മങ്ങൾ. ആ കർമ്മങ്ങൾക്ക് നാളെ ഭാരവും തൂക്കവും നൽകപ്പെടുന്നുണ്ട്. ആരുടെ നന്മയാണോ തിന്മയേക്കാൾ ഭാരം തൂങ്ങുന്നത്, അവർ സംതൃപ്തമായ ജീവിതത്തിലാണ്. എന്നാൽ നന്മ അധികം ചെയ്യാതെ, തിന്മയായിരുന്നു ധാരാളം പറഞ്ഞത്, സംസാരിച്ചത്, എഴുതിയത്, കണ്ടത്, കേട്ടത്, പ്രചരിപ്പിച്ചത്, ചെയ്തു കൂട്ടിയത്, ജനങ്ങളോട്, നാട്ടുകാരോട്, വീട്ടുകാരോട്, മനുഷ്യരാശിയോട്, ഇതെല്ലാം അല്ലാഹു കണക്കിലെടുക്കുമ്പോൾ ഒരാളുടെ നന്മ വളരെ കുറച്ചും അയാളുടെ തിന്മയാണ് കൂടുതലെങ്കിൽ അവൻ എത്തിച്ചേരുന്ന സ്ഥലം ഹാവിയയാണ് നബിയേ. വമാ അദ്റാക മാ ഹിയ, അതെന്താണെന്ന് അങ്ങേക്കറിയുമോ നബിയേ? നാറുൻ ഹാമിയ, കത്തിജ്വലിക്കുന്ന തീയാണ്. മഅദല്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആ തീയിലേക്ക് മനുഷ്യന്റെ ഗതി നിർണയിക്കപ്പെടുന്ന ഒരു നേരമുണ്ട് ആയിഷ. മനുഷ്യന്റെ കർമ്മങ്ങൾ തൂക്കാൻ വേണ്ടി അല്ലാഹു മനുഷ്യനെ വിസ്തരിക്കുമ്പോൾ കോടാനുകോടി ആളുകളെ ഒരേ നേരത്ത് വിചാരണ ചെയ്യാൻ കഴിവുള്ളവനാണ് സ്രഷ്ടാവായ അല്ലാഹു. ഏകം സത്വം ബഹുധാ കൽപ്പയന്തി യോം ദേവനാം നാമധ ഏക ഏവ. വിവിധ നാമങ്ങളാൽ നിങ്ങൾ വിളിക്കുന്ന ദൈവം അവൻ ഏകനത്രേ, ഒന്നു മാത്രം. ആ സർവേശ്വരനായ അല്ലാഹു എല്ലാം കഴിവുള്ളവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ.
Allah is capable of doing anything. അല്ലാഹു എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ്. നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളോട് മാത്രമാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയൂ. എന്നാൽ അല്ലാഹു അങ്ങനെയല്ല. മനുഷ്യരെ പോലെയല്ല. സൃഷ്ടാവിന് കോടാനുകോടി ആളുകളോട് ഒരേ നേരം അവരോട് സംസാരിക്കാൻ കഴിയും, വിചാരണ ചെയ്യാൻ കഴിയും. ആയിഷ മനുഷ്യന്റെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന നേരത്ത് ആരും കുടുംബ ബന്ധങ്ങൾ ഓർക്കുകയില്ല മോളെ. ആയിഷ ഒരാൾക്കും അത് ഓർമ്മ വരില്ല. സിറാത്ത് കടക്കുമ്പോൾ ഓർമ്മ വരില്ല. മനുഷ്യന്റെ കൈകളിൽ അവരവരുടെ കർമ്മങ്ങളുടെ രേഖകൾ അല്ലാഹു നൽകുമ്പോൾ മനുഷ്യർക്ക് അവരെയല്ലാതെ മറ്റാരെയും നാളെ ഓർമ്മ വരില്ല എന്ന് പ്രിയതമയുടെ ചോദ്യത്തിന് മറുപടിയായി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനെ ഒറ്റക്കുള്ള യാത്രയാണ്. കയ്യിൽ ചിലത് കരുതേണം. ആ യാത്രക്ക് സമയമായി തുടങ്ങിയിട്ടില്ലേ? 2 വയസ്സിൽ മരിക്കുന്നവർ 10 വയസ്സിൽ 15-ൽ 20-ൽ 25-ൽ 30-ൽ 40-ൽ എത്ര ചെറുപ്പങ്ങളാണ്, ചെറുപ്പക്കാരികളാണ്, ചെറുപ്പക്കാരാണ് ഓരോരുത്തരും മരിച്ചു പോകുന്നത്. നമ്മൾ അറിയുന്നുണ്ടോ? അവനവൻ ചെയ്ത കർമ്മങ്ങളിലേക്കാണ് അവർ യാത്ര പോകുന്നത്. ഒരു മനുഷ്യന്റെ മരണം എന്ന് പറയുന്നത് അവരവർ ചെയ്ത കർമ്മങ്ങൾ കാണാൻ പോകുന്ന യാത്രയാണ്. അത് ഒറ്റക്കുള്ള യാത്രയാണ്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. നിങ്ങൾ എന്നെ കാണാൻ വരുന്നത് ഒറ്റക്കാണ്, ആൾക്കൂട്ടമല്ല. നാളത്തെ ശിക്ഷയും അങ്ങനെയാണ്. നരകശിക്ഷ നൽകപ്പെടുമ്പോൾ അല്ലാഹുമ്മ അഇദ്നാ, നമ്മളെ കാക്കണേ തമ്പുരാനെ, കാത്തുരക്ഷിക്കണേ റബ്ബേ. നാളെ നരകശിക്ഷയിൽ ഓരോരുത്തർക്കും ഞാൻ ഒറ്റക്കാണെന്നാണ് നരകത്തിൽ അനുഭവപ്പെടുന്നത്. അങ്ങനെയാണ് നബിതങ്ങളും ഖുർആനും അതിനെ വിശദീകരിച്ചത്. ഒരു കൂട്ടം ആളുകൾ ഒരു സെല്ലിൽ ജയിലിൽ കിടക്കുമ്പോൾ അതിൽ ശിക്ഷ തോന്നാറില്ല. നമ്മുടെ നാടുകളൊക്കെ കാണുന്നതല്ലേ അത്. ഒരു സെല്ലിൽ 10-15 കുറ്റവാളികൾ അവരവിടെ ഷീട്ട് കളിക്കും, തമാശ പറയും, രസിക്കും. പക്ഷേ ഒരാളെ ഒറ്റക്കൊരു റൂമിലടച്ചാൽ അത് വേറെയാണ്. ഒറ്റക്ക് കിടക്കുന്നത് വേറെയാണ്. ഒരുമിച്ച് കുറ്റവാളികളാണെങ്കിലും ഒരുമിച്ചും ഒറ്റക്കും വ്യത്യാസമുണ്ട്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. നിങ്ങളെ ഞാൻ നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ സൃഷ്ടിച്ച് നിങ്ങളുടെ ജന്മം നടക്കുന്ന ആ നാളിൽ നിങ്ങളെ ഭൂമിയിലേക്ക് ഞാൻ പറഞ്ഞയച്ചത് ഒറ്റക്കായിരുന്നില്ലേ? ഉമ്മയുടെ ഗർഭാശയത്തിൽ നിങ്ങൾ ഒറ്റക്കല്ലേ ഇരുന്നത്? ഒറ്റക്കല്ലേ ഭൂമിയിലേക്ക് വന്നത്? അതുപോലെ നിങ്ങൾക്ക് ഞാൻ പുനർജന്മം നൽകി. നിങ്ങൾ എന്റെ മുമ്പിൽ വരാൻ പോകുന്നതും ഒറ്റക്കാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറങ്ങാൻ കാരണമുണ്ട്. അബൂജഹലാണെന്ന് പറഞ്ഞത് നരകത്തിന്റെ കാവലാളുകളായി 19 മാലാഖമാരെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അലൈഹാ 19 സൂറത്തുൽ മുദ്ദഥിർ. അലൈഹാ 19 നരകത്തിന്റെ കാവലാളുകൾ 19 ആണ്. ആ 19 എന്ന അക്കത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഒരു അത്ഭുതം പറഞ്ഞിട്ടുണ്ട്. ഈ അക്കം വിശുദ്ധ ഖുർആൻ സത്യമാണെന്ന് ബോധ്യപ്പെടാൻ നിങ്ങളെ സഹായിക്കുമെന്ന്. ഇന്ന് 19ന്റെ അത്ഭുതങ്ങളായി മലയാളത്തിലുണ്ടോ എന്നറിയില്ല, ഇംഗ്ലീഷിലും അറബിയിലും ഒരുപാട് കണ്ടെത്തലുകൾ. ഒരു കാൽക്കുലേറ്റർ വെച്ചിരുന്നാൽ ഖുർആനിന്റെ ആയത്തുകളുടെയും അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും എണ്ണവും ക്രമവും അനുസരിച്ച് 19ന്റെ ഗുണിതമാവാൻ മാത്രം കഴിയുന്ന, 19 കൊണ്ട് മാത്രം ഹരിക്കാൻ കഴിയുന്ന അക്കങ്ങൾ ലഭിക്കുന്ന മഹാത്ഭുതങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. 1ഉം 2ഉം അല്ല, നിറഞ്ഞു കിടക്കുക. അതൊന്നും വയലിൽ പറയാൻ പറ്റില്ല. 19ന്റെ ഗുണിതവും ഖുർആനിന്റെ അത്ഭുതവും എന്നൊരു വിഷയത്താൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ എല്ലാവരും കസാര പൂട്ടിച്ച് പോകും. പക്ഷെ നിങ്ങൾ ഓരോ ചെറുപ്പക്കാരോട് പറയാണ്, നമ്മുടെ +2 പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, ഒന്ന് ഗൂഗിളിൽ കയറിയിട്ട്, വലിയ ഷേഖ് ഇപ്പൊ ഗൂഗിളാണല്ലോ, മൂപ്പരോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാ, ദ വണ്ടർ ഓഫ് 19 ഇൻ ഖുർആൻ, അല്ലെങ്കിൽ ഖുർആനിക് ന്യൂമറിക് വണ്ടേഴ്സ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 19 മൾട്ടിപ്പിൾസ് ഓഫ് 7, 7, 19 ഈ 2 അക്കങ്ങൾ ഖുർആനിലെ വലിയൊരു അത്ഭുതമാണ്. സിർറും മിൻ അസ്റാരില്ല, വലിയൊരു സിറാണ്. ഇന്ന് ഓരോ കാലത്തും ഖുർആനിന്റെ ഓരോ ഇജാസാണ്. ഇന്ന് അക്കങ്ങളുടെ ഇജാസാണ്. കുറച്ചു കാലം മുമ്പൊക്കെ ആലിമീങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ, അതൊക്കെ വെറുതെ പറയാണോ എന്നൊക്കെ സംശയിച്ചു പോയിരുന്നു. ഇന്ന് വളരെ വ്യവസ്ഥാപിതമായ ഗവേഷണങ്ങൾ അതിനെ സംബന്ധിച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ ആനന്ദകരമായൊരു പഠനം. വെറുതെ സമയം കൊല്ലുന്ന ആൾക്കാരുണ്ടല്ലോ, ഒന്ന് നോക്ക്, ഒരുപാട് വെബ്സൈറ്റുകൾ, ഒരുപാട്
അത്ഭുതപ്പെട്ടു. 19 വേണ്ടി ഞാൻ പറഞ്ഞുതരാം അങ്ങ് തുടങ്ങാൻ വേണ്ടി. അത് കഴിഞ്ഞ മനസ്സിലായി 19 മാത്രമല്ലല്ലോ, അത്ഭുതങ്ങൾ ഒരുപാട്. യൗം എന്നത് ദിവസം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. യൗം, ഇന്ന് യൗമുൽ ജുമുഅ, നാളെ യൗമുസ് സബ്ത്. യൗം എന്നാൽ ദിവസം. വിശുദ്ധ ഖുർആനിൽ യൗം എന്ന വാക്ക് മാത്രം എത്ര തവണ ഉപയോഗിച്ചു എന്ന് ഒരു ഖുർആനിക് സെർച്ച് എഞ്ചിനുകളുണ്ട്. ഖുർആനിന് മാത്രം സെർച്ച് ചെയ്യാൻ പറ്റുന്ന ആപ്പുകളുണ്ട്. യൗം എത്ര തവണ ഏതൊക്കെ ആയത്തിൽ വന്നിട്ടുണ്ട് എന്ന് നോക്കിയാൽ ദിവസം എന്നർത്ഥം വരുന്ന ആ വാക്ക് വന്നത് 365 തവണയാണ്. അതൊക്കെ ഒരു യാദൃച്ഛികത എന്ന് പറയാൻ പറ്റുമോ? മാസം എന്ന് പറയുന്ന വാക്കാണ് ഷഹ്ർ. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. മാസം എന്ന അർത്ഥം വരുന്ന ആ വാക്ക് അല്ലാഹു ഉപയോഗിച്ചത് 12 തവണയാണ്. ഒരിടത്തല്ല, പലയിടങ്ങളിലായി. ദിവസങ്ങൾ എന്നർത്ഥം വരുന്ന അയ്യാം, ദിവസങ്ങൾ എന്ന പ്രയോഗം അയ്യാം 30 തവണയാണ് ഖുർആൻ ഉപയോഗിച്ചത്. ഒക്കെ യാദൃച്ഛികത എന്ന് പറയാൻ പറ്റുമോ? 30. അതാണിത് മുഹമ്മദ് നബി ഉണ്ടാക്കി വെച്ച ഗ്രന്ഥമല്ല, ഇത് ലോകത്തിന്റെ സൃഷ്ടാവ് അന്ത്യപ്രവാചകർക്ക് അവതരിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ വാക്കുകളാണ്. മനുഷ്യന് ചെയ്യാൻ കഴിയില്ല, മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. അത്ഭുതങ്ങളാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ മാത്രം കണക്ക് വെച്ചുള്ള ഒരു പഠനമുണ്ട്. അതെന്നെ ദിവസങ്ങളെടുക്കും ഒന്ന് അവസാനിക്കാൻ. അത്രയും അത്ഭുതമാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തആല നരകത്തിന് 19 കാവലാളുകളുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ആ 19ന്റെ അത്ഭുതം അല്ലാഹു അവിടെ പറയുന്നുണ്ട്. ഈ ആയത്തിറങ്ങിയപ്പോൾ അബൂജഹൽ എന്ന മക്കായിലെ ഏറ്റവും വലിയ ശത്രു, പ്രവാചകന്റെ ശത്രു, അല്ലാഹുവിന്റെ റസൂൽ ഏകദൈവ വിശ്വാസം പഠിപ്പിച്ചപ്പോൾ അത് സാധ്യമല്ലെന്നും പ്രവാചകനോട് യുദ്ധം പ്രഖ്യാപിച്ച നിബിതങ്ങളെ തക്കം കിട്ടിയാൽ തലവെട്ടി കൊല്ലുമെന്ന് പറഞ്ഞ അബൂജഹൽ എന്ന് പറഞ്ഞു അനുയായികളോട്, നരകത്തിന് 19 കാവലാളുകളുണ്ടെങ്കിൽ ആ 19-ലെ 10 മലക്കുകളെ ഞാൻ അടിച്ചു തെറിപ്പിക്കും. അതിൽ 9 ആളുകളെ നിങ്ങളെല്ലാം ഒന്ന് നോക്കണം. 10 ആളെ ഞാൻ ഒറ്റക്ക് നോക്കാം, 9 ആളുകളെ നിങ്ങളെല്ലാവരും കൂടി നോക്കണം എന്ന് അള്ളാഹുവിന്റെ വചനങ്ങളെ പരിഹസിച്ചപ്പോഴാണ് സൂറത്തുൽ അൻആമിലെ 94-ാമത്തെ ആയത്ത് അള്ളാഹു ഇറക്കുന്നത്. ഈ ആയത്താണ് നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്ന ഏറ്റവും അത്ഭുതകരമായ ആയത്ത്. നിങ്ങൾ എന്റെ മുമ്പിൽ ഒറ്റക്കാണ് വരുന്നത്, ഒറ്റക്കാണ് വരുന്നത്. നിങ്ങളെ ആദ്യം ഞാൻ പടച്ച പോലെ, നിങ്ങളെ ഞാൻ ആദ്യം പടച്ചത് ഒറ്റക്കാണല്ലോ, ഇനി പരലോകത്തേക്ക് വരുന്നതും ഒറ്റക്കാണ്. അതുകൊണ്ട് അബൂജഹലേ, എന്റെ മാലാഖമാരെ തോൽപ്പിക്കാൻ അബൂജഹലേ, നിനക്കോ നിന്റെ കൂടെയുള്ള ആളുകളൊക്കോ നാളെ സാധ്യമല്ല. നിങ്ങൾ ഒരാളായിട്ടാണ് എന്റെ മുമ്പിൽ വരുന്നത്, സംഘമായിട്ടല്ല എന്ന് അബൂജഹലിന്റെ ആ ധിക്കാരത്തിന് അല്ലാഹു നൽകുന്ന മറുപടിയാണത്. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ وكلهم آتيه يوم القيامة فردا إن كل من في السماوات والأرض ആകാശ ഭൂമികൾക്കുള്ളിലുള്ള മുഴുവൻ ആളുകളും, ഭൂമിയേതര ഗ്രഹങ്ങളിൽ ജീവജാലങ്ങളുണ്ടോ എന്ന് മനുഷ്യന്റെ ഇന്നത്തെ അന്വേഷണം അഭിയുന്നരായ ഖാദിയാർ അവറുകൾ സൂചിപ്പിക്കുകയും ചെയ്തു. മനുഷ്യൻ ചൊവ്വയിലേക്ക് പോയത് മഹാനായ ഖാസിം മൗലവി ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു. മനുഷ്യൻ ജീവഗണങ്ങളുണ്ടോ പ്രപഞ്ചത്തിൽ എന്ന അന്വേഷണത്തിലാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഭൂമിക്ക് അപ്പുറത്തും ജീവജാലങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിന് എന്നാണാവോ കണ്ടെത്തുക, അല്ലാഹു അലം. മനുഷ്യനല്ലാത്ത, ഭൂമിയല്ലാത്ത ഗ്രഹങ്ങളിലോ നക്ഷത്രങ്ങളിലോ എവിടെയെങ്കിലും അല്ലാഹു സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൽ ജീവജാലങ്ങളുണ്ട്. നമ്മുടെ ചർച്ച അതല്ല, ആയത്തിലേക്ക് വരാം. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർള് ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ. പ്രപഞ്ചത്തിലുള്ള സർവ്വ മനുഷ്യരും സ്രഷ്ടാവിന്റെ മുമ്പിലേക്ക് ഒരു യജമാനന്റെ മുമ്പിൽ അടിമയെന്ന പോലെ ഒറ്റക്കാണ് വരുന്നത്. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ.
കോടാനക്കോടി ആളുകളിൽ ഒന്ന് മുങ്ങിയാൽ അല്ലാഹ്ക്കറിയുമോ എന്നെ പിടിക്കാൻ പറ്റുമോ, ഞാൻ അവിടെ ഒന്ന് മുങ്ങിക്കളിക്കുമെന്ന് മനസ്സിൽ തോന്നുന്നവർക്കാണ് റബ്ബ് മറുപടി പറയുന്നത്. ലഖദ് അഹ്സാഹും, നിങ്ങളുടെ ആധാർ കാർഡല്ല അള്ളാന്റെ കയ്യിലുള്ളത്, നിങ്ങളുടെ ഐഡന്റിറ്റി മലക്കുകളുടെ കൈകളിലുണ്ട്. ലഖദ് അഹ്സാഹും, ഓരോരുത്തരെയും കൃത്യമായ ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട്. വഅദ്ദഹും അദ്ദാ, കൃത്യമായ എണ്ണം എന്റെ കയ്യിലുണ്ട് എന്ന് അല്ലാഹു വളരെ ഗൗരവത്തിലാണ് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടാണ് ഈ ലോകത്തേക്ക് നിങ്ങളെ പറഞ്ഞയച്ചത്. ഇത് കള്ളുകുടിച്ചും വിഭജിച്ചും അക്രമങ്ങൾ ചെയ്തും അവസാനിപ്പിക്കാനുള്ള ലോകമല്ല, മനുഷ്യ നന്മക്ക് വേണ്ടി ജീവിക്കേണ്ട ലോകമാണിത്. നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനെ കാണാൻ പോകുന്നു. ഇനിയൊരു യാത്രയുണ്ട്. ആ യാത്ര നിങ്ങൾ ഒറ്റക്കാണ് പോകേണ്ടത്. കയ്യിൽ എന്താണ് കരുതി വെച്ചത്? സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലാണ്. അൽ ഖവിയുൽ അമീനായ നബിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ അല്ലാഹുവിനോട് ഭൂമി ലോകത്ത് വെച്ച് സംസാരിക്കാൻ ഭാഗ്യമുണ്ടായ നബിയാണ് നബിയുല്ലാഹി മൂസ ഇബ്നു ഇമ്രാൻ അലൈഹിസ്സലാം. സീനാ മരുഭൂമിയിലെ ആയിരക്കണക്കിന് പാദം ഉയരമുള്ള സീനാ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ചെന്ന് അല്ലാഹുവിനോട് സംസാരിച്ച, അവിടെ ചെന്ന് കിതാബ് വാങ്ങിയ ആ മലയും മൂസാ നബി അല്ലാഹുവിനോട് സംസാരിച്ച ആ വൃക്ഷവും ഇപ്പോഴും അങ്ങനെയുണ്ട്. ഞാനത് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ആർക്കും പോയി കാണാനും പറ്റും, യാത്ര ചെയ്യാൻ പറ്റുന്നവർക്ക്. സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ച ഇടം ഇന്നവിടെയുണ്ട്. ആ മരം 4000-ഓളം കൊല്ലമായിട്ട് ഉണങ്ങാതെ അവിടെ നിൽക്കുന്നുണ്ട്. സെയിന്റ് കാതറീൻ ചർച്ച് എന്ന് പറയുന്ന സീനാ മരുഭൂമിയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ സെയിന്റ് കാതറീൻ ചർച്ച്. മൂസാ നബി അലൈഹിസ്സലാം ജീവിച്ചത് എവിടെയാണ്? മഴയെ തേടി നിസ്കരിക്കാൻ പോവുകയാണ്. ഇസ്തിസ്ഖാ നിസ്കാരം മൂസാ നബിയുടെ കാലത്ത് വേറെയും നടന്നിട്ടുണ്ട്. മഴയെ തേടിയുള്ള നിസ്കാരം നടക്കാൻ പോകുമ്പോ അല്ലാഹുമ്മ സ്ഖിനാ അല്ലാഹുമ്മ സ്ഖിനാ അല്ലാഹുമ്മ സ്ഖിനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം. ആര് ദുആ ചെയ്തു? റബ്ബിനോട് സംസാരിച്ച മൂസാ നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ മറുപടി വരികയാണ്. മൂസാ നബിയെ ഇസ്രായേൽ സന്തതികളുമായി മൂസാ നബിയെ വേഗം സ്ഥലം വിട്ടുകൊള്ളണം, ഇവിടെ നിന്ന് ഓടിപ്പോവണം. നിങ്ങൾക്ക് ഞാൻ മഴയല്ല തരാൻ പോകുന്നത്. വഇസ്സതി വജലാലി ഇല്ലം തഉദ് ബിഹിം ലഅർമിയന്നഹും ബിൽ ഹിജാറതി അലാ റൂസിഹിം, നിങ്ങളെങ്ങാനും ഇവിടം വിട്ടു പോയില്ലെങ്കിൽ നിങ്ങളുടെ തലയിലേക്ക് ഞാൻ ചരൽ കല്ലുകൾ മഴ വർഷിക്കും. അഖലുർ റിബാ, പലിശ തിന്നവരാണവർ. വഫശാ ഫീഹിമുസ് സിനാ, അവരിൽ വ്യഭിചാരം വ്യാപകമാണ്. വതവാസൗ ബിൽ ഫഹ്ശി വൽ ഉഹ്രി, തന്റെ കൂട്ടുകാരികളോട് വ്യഭിചരിച്ചോളൂ, അതിന് കുഴപ്പമില്ല, ആരും അറിയില്ലെങ്കിൽ സാരമില്ല എന്ന് വ്യഭിചാരം പരസ്യമായി അംഗീകരിച്ചവരാണ്. ഈ മഴയെ ചോദിക്കാൻ ഈ മരുഭൂമിയിൽ വന്നു നിൽക്കുന്ന ആളുകൾ, മൂസാ നബിയെ അവരെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ചരൽക്കല്ലുകളാണ് മഴ വർഷിക്കുക എന്ന് അല്ലാഹു പ്രവാചകനോട് പറഞ്ഞത് മുത്തുനബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബി പറഞ്ഞു, യാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ മക്കളെ, പൊയ്ക്കോളൂ, വീട്ടിലേക്ക് ഓടിക്കോ. ലാ യുൽഖിയന്നല്ലാഹു തആല അലാ റൂസികുമുൽ ഹിജാറ, നിങ്ങളുടെ തലകളിൽ അല്ലെങ്കിൽ കല്ലുകൾ വീഴാൻ പോവുകയാണ്, ഓടിക്കോ. നിങ്ങൾ പലിശ തിന്നുകയും വ്യഭിചരിക്കുകയും തോന്നിവാസം ചെയ്യുകയും ചെയ്ത് അല്ലാഹുവിനോട് മഴയെ ചോദിക്കാൻ വന്നിരിക്കുകയോ? നാണമില്ലേ നിങ്ങൾക്ക്? പോയി നന്നാവൂ, പശ്ചാത്തപിക്കൂ, തൗബ ചെയ്തു വാ, ശുദ്ധിയായി വരുന്നവരെയല്ലേ അല്ലാഹു സ്വീകരിക്കുന്നത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ ഒറ്റക്കുള്ള യാത്രയിൽ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, നിങ്ങളുടെ സമ്പത്തോ മക്കളോ നാളെ നിങ്ങൾക്ക് ഉപകാരം ചെയ്യില്ല. അല്ലാഹു പറയാം, നിങ്ങളുടെ സമ്പാദ്യമോ മക്കളോ ഉപ്പാ ഞങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് നാളെ പറയാൻ പോകുന്നില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ശുദ്ധമായ ഹൃദയവുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടിയവർക്കല്ലാതെ നാളെ രക്ഷപ്പെടാൻ കഴിയുകയില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല
അതുകൊണ്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ്, ആ ജീവിതം, ആ യാത്ര നമുക്കവൻ സുഖകരമാക്കി തരട്ടെ, സന്തുഷ്ടമാക്കി തരട്ടെ, ആഹ്ലാദകരമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ഉന്മേഷത്തിന് ഒന്ന് എഴുന്നേൽക്കല്ലേ? എഴുന്നേൽക്കാൻ പ്രയാസമില്ലാത്ത, സ്റ്റേജിൽ ആരും എഴുന്നേൽക്കണ്ട, എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞാൽ, ഒന്നൊരു കയ്യൊക്കെ ഒന്ന് പൊക്കിയിട്ടൊക്കെ ഒരു ചെറിയൊരു എക്സസൈസ് അല്ലേ? പുഷപ്പും അതൊന്നും ചെയ്യാൻ നേരമല്ല, അബ്ഡോമൻ എക്സസൈസ് ഒന്നുമില്ല. എന്ത് ചെയ്യാ, ഒന്ന് കയ്യൊക്കെ ഒന്ന് മുക്കി നോക്കി, നല്ല റാഹത്ത്. ഉറക്കം വരികയാണെങ്കിൽ കയ്യൊക്കെ ഒന്ന് വരച്ചിട്ട് ഒന്ന് മുഖത്ത് തടവിയാൽ ഉറക്കിനൊക്കെ ഒരു ശമനം കിട്ടുന്ന. ഉറക്കുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, ഉണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു, നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കളൊക്കെ പരിപാടി ഇച്ചിരി നമ്മൾ തുടങ്ങാൻ ലേറ്റ് ആയപ്പോ അവരൊക്കെ ഇപ്പൊ ഇത്ര നേരം ഇരിക്കുവോ? അവരൊക്കെ നേരത്തെ പോയി ഇസ്ലാം പറഞ്ഞ ആ കൃത്യത പാലിക്കുന്നവരവരാണ്. കാരണം നമ്മൾ ഈ രാത്രി യാത്ര ചെയ്യുന്ന സമയത്ത് സുബഹി നേരത്തൊക്കെ എവിടെ സീറ്റുള്ളത്? ഒരു 10-20 ആൾക്ക് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നാൽ ഇവിടെ സീറ്റ് ഉണ്ട്. ഈ ഒരു 20 ആൾ ഇങ്ങോട്ട് ആദ്യം വരും ഇൻഷാ അല്ലാഹ്. അവിടെ നിൽക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, സീറ്റ് ഫ്രണ്ടിലുണ്ട് അറിയിക്കാം. അപ്പോ ബാക്കില് അവിടെ ആളുകൾ പ്രയാസമുള്ളവരുണ്ട്, ഇങ്ങോട്ട് വരിക. ഇവിടെ ഫ്രണ്ടിൽ സീറ്റ് ഉണ്ട് ഇൻഷാ അല്ലാഹ്. നിൽക്കട്ടോ, ഞാൻ പ്രയാസമുള്ളവർ ഇരുന്നോളേ. നല്ലൊരു ഞാൻ പറയാം, രാവിലെ എഴുന്നേറ്റ് നടക്കാനും ഓടാനൊക്കെ റോഡ് സൈഡിൽ ഇച്ചിരി ഡേഞ്ചറാണ്. എന്നാലും നോക്കുമ്പോൾ അതിൽ ബഹുഭൂരിപക്ഷം നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കള്, ഹൈന്ദവ സഹോദരിമാർ, അവരാണ് 4 മണി 4:30 മണി 5 മണി നേരത്തൊക്കെ നമ്മളൊക്കെ കൂർക്കം വലിച്ച് ഉറങ്ങിയിരിക്കും. അപ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മളോട് ഇസ്ലാം പറഞ്ഞത് അങ്ങനെ. ഇശാനിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എൽമ പഠിക്കാൻ വേണ്ടിയിരുന്നോ? മസ്ലഹത്ത് ചർച്ചയ്ക്ക് വേണ്ടിയിരുന്നോ? ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ചിരിക്കാനിരുന്നോ? അല്ലാതെ ഇരുത്തം പാടില്ല, വേഗം പോയി കിടന്നുറങ്ങണമെന്നാണ്. അപ്പോഴേ രാവിലെ എഴുന്നേൽക്കാൻ പറ്റും. അപ്പൊ ഞാൻ ചോദിക്കായിരുന്നു, അവരൊക്കെ ഈ നേരം വൈകി കഴിഞ്ഞാൽ അവരൊക്കെ ഇരിക്കുമോ? അവരിക്കും, അവർ സന്തോഷത്തിലാന്നൊക്കെ പറഞ്ഞു. എന്നാൽ എനിക്ക് തോന്നുന്നു അവർക്ക് ഉറക്കം വരുന്നുണ്ടാവും. നമുക്കിപ്പോഴൊന്നും ഉറക്കം വരില്ല. നമ്മൾ പറയും എൻ്റെ കുട്ടി ഉറങ്ങില്ല 2 മണിക്കാന്ന് അഭിമാനം പറയല്ലേ. സുബ്ഹാനല്ലാഹ്, അതൊരു അഭിമാനമല്ല, ജീവിതത്തിൽ ഡിസോർഡർ ആണെന്ന്. ഒരു ഡിസിപ്ലിനും ജീവിതത്തിൽ ഇല്ല എന്നതിനർത്ഥം. നമ്മുടെ മക്കളൊക്കെ തോന്നിയ നേരത്തെ ഉറങ്ങല്. 8 മണിക്ക് മക്കൾ ഉറക്കാൻ പറ്റണം. 7 മണി 8 മണിക്ക് കൊച്ചുമക്കൾ, ചെറിയ മക്കൾ അത്രയും നേരത്തെ ഉറങ്ങണമെന്നാണ്. അപ്പോ ഒരു ചിട്ടൊക്കെ ജീവിതത്തിൽ വേണം. അതൊക്കെ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ അതിലൊക്കെ ഒരുപാട് മുൻപന്തിയിലാണ്. നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു സൽസ്വഭാവം അത് നബി തങ്ങൾക്ക് ഇഷ്ടമാണ്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, എൻ്റെ സമുദായം അതിരാവിലകളിൽ ചെയ്യുന്ന ഏത് കർമ്മത്തിലും നീ അനുഗ്രഹം ചെയ്യണേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട് അല്ലേ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊന്ന് സ്വലാത്ത് ചൊല്ലാം. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونقول اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇത്ര നേരം നിന്നപ്പോഴേക്ക് കാല് കടഞ്ഞു എന്നുള്ളതൊന്ന് കൈപൊക്കിയാട്ടെ. ഇല്ല, ഈ നൃത്തം നമുക്ക് 1/2 മണിക്കൂർ നിൽക്കാൻ കഴിയില്ല. നമുക്കൊരു അസ്വസ്ഥത തോന്നുന്നു. നമ്മളറിയാതെ ഇരുന്നോളൂ അല്ലേ? നിൽക്കുമ്പോൾ നമ്മളത് പ്രയാസമാണ് നിൽക്കുന്നത്. ഇരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് റിലാക്സ്ഡ് ആണ്. അൽഹംദുലില്ലാഹ്. എത്രയധികം പേശികളും ജോയിന്റുകളും വർക്ക് ചെയ്യണം ഒരു കസാരി ഇരിക്കണമെങ്കിൽ. ഇരിക്കാൻ പറ്റാത്ത എത്ര, ഇത് വലിയ നിഅമത്തല്ലേ. അതൊക്കെ ഊരക്ക് വേദന വരുമ്പോഴേ നമ്മൾ ആ നിഅമത്തിനെ പറ്റി ആലോചിക്കുള്ളൂ. എത്ര കാലം ഓടി ചാടി നടന്നു, ഒരു കുഴപ്പമില്ല. ഊരക്ക് വലിച്ചിട്ടിരിക്കാന്ന് അപ്പം ആലോചിക്കും, റബ്ബേ ഇത്രയും കാലം ഞാനത് അറിഞ്ഞിട്ടേ ഇല്ലല്ലോ, ഒരു വേദന ഇല്ലാതെ. നമ്മൾ എത്ര അല്ലാഹുവിന് ശുക്ർ ചെയ്യണം ഇരിക്കുന്നതിന് നടക്കുന്നതിനൊക്കെ. അള്ളാഹു നമുക്ക് അവസാനത്തെ ജീവിതത്തിന്റെ അവസാന സെക്കൻഡ് വരേക്കും അള്ളാഹു പരിപൂർണ്ണ ആരോഗ്യവും ആഫിയത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് മരുഭൂമിയിലൂടെ യാത്ര പോവുകയാണെങ്കിൽ കയ്യിൽ ഒരു വടി കരുതുമായിരുന്നു അത്രേ. കയ്യിൽ ഒരു വടി. ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മരുഭൂമിയിലേക്ക് പോകുമ്പോൾ കയ്യിൽ ഒരു വടി ഉണ്ടാകും. എന്നിട്ട് ആ വടി കൊണ്ട് കാലിലടിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം കാലിൽ, വേറെ ആരെയല്ല, സ്വന്തം കാലിലടിക്കും. ആരും കാണാത്ത സ്ഥലത്ത്, മരുഭൂമിയിൽ. അത് പലപ്പോഴും കണ്ടുപിടിക്കുന്നത് ഉമർ എന്നവരുടെ നിഴല് പോലെ ജീവിച്ച ഒരു കൂട്ടുകാരനുണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ആ മഹാനിലൂടെയാണ് ഇത്തരം സംഭവങ്ങൾ ലോകമറിയുന്നത്.
കാലിൽ വടി കൊണ്ട് ഇങ്ങനെ അടിക്കും. എന്നിട്ട് ഉമർ എന്നവർ പറയും, യാ ഉമർ എന്നിട്ട് ഉമർ എന്നവർ പറയും, യാ ഉമർ ലതത്തഖിയന്നല്ലാഹ്, ഉമറേ നീ അല്ലാഹുവിനെ ഭയപ്പെടണം ഉമറേ. ഔ ലയുഅദ്ദിബന്നകല്ലാഹു അദാബൻ ലാ യുഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ, ലോകത്ത് ഒരു മനുഷ്യനെയും ശിക്ഷിക്കാത്ത ശിക്ഷ ഉമറേ അല്ലാഹു നിന്നെ ശിക്ഷിക്കും. അതുകൊണ്ട് നന്നാവണം ഉമറേ, നീ അല്ലാഹുവിനെ പേടിക്കണം ഉമറേ എന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത കിട്ടിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലിലടിക്കും. വടി കൊണ്ട് സ്വയം നിയന്ത്രിക്കുകയാണ്, സ്വന്തത്തെ ഡിസിപ്ലിൻ ചെയ്യുകയാണ്. നമ്മൾ ബാക്കിയുള്ളവരെ ഡിസിപ്ലിൻ ചെയ്യുന്നത്, നമ്മൾ സ്വയം നന്നാവിനെ പറ്റി ആലോചിക്കണല്ലോ. ഒക്കെ മറ്റവന്റെ കുറ്റം, ഇവന്റെ കുറ്റം, അവൻ എങ്ങനെ ചെയ്തു, ഇവങ്ങനെ ചെയ്തു, അവളത് ചെയ്തു, ഇവളത് ചെയ്തു, നീ എന്ത് ചെയ്തു എന്ന് മാത്രം ആലോചിച്ച പോരെ. അതിലുള്ള എല്ലാ മറുപടിയും ബാക്കിയുള്ളവരിലേക്ക് കൈനീട്ടുന്നത്. വഅൈനാക ഇൻ അബ്ദത് ഇലൈക മആഇബൻ ലിഖൗമിൻ ഫഖുൽ യാ ഐനു ലിന്നാസി അയുനു, ആരുടെയെങ്കിലും കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ കണ്ണിൽ കാണുകയാണെങ്കിൽ കണ്ണേ പറയണം. ഫഖുൽ യാ ഐനു ലിന്നാസി അയുനു, കണ്ണേ ജനങ്ങൾക്കും കണ്ണുകളുണ്ട് എന്ന് നിന്റെ കണ്ണിനോട് നീ പറയണം. സ്വയം നന്നാവാനുള്ള വഴിയാണത്. മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കടന്നു ചൊല്ലുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ രണ്ടുപേരും ഒരുമിച്ചാണ് ആ പള്ളിക്കാട്ടിലേക്ക് കടന്നത്. ഗൾഫിലൊന്നും പള്ളിക്കാടില്ല നമ്മുടെ നാട്ടിലെ പോലെ. ശ്മശാനം മക്ബറകൾ മരുഭൂമിയല്ലേ. ചിലർ പറയും നാട്ടിലെ പള്ളിക്കാട്ട് കിടക്കാനാ പേടി, സൗദിയിലെ പള്ളിക്കാട് അത്ര പേടി ഒന്നുമില്ല, അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട്. മുഅ്മിനായ മനുഷ്യനെ എവിടെ കടന്നാലും അത് സ്വർഗമാണ്. അല്ലാത്തവൻ എവിടെ പോയി കടന്നിട്ടും കാര്യമില്ല, ഇടി കിട്ടുന്ന ഉറപ്പാണ്. ഇപ്പൊ എന്താ പേര് വ്യത്യാസം. പക്ഷെ നമ്മൾ പള്ളിക്കാടുകൾ എന്ന പ്രയോഗം നമ്മുടെ കേരളത്തിലെ ചുറ്റുപാടിൽ നമ്മൾ കാട് എന്നതിൽ വരുന്നത് അല്ലേ. നിങ്ങളുടെ നാട്ടിൽ നിന്ന് എൻ്റെ നാട്ടിലൊക്കെ നല്ല കാട് തന്നെയാണ്, നല്ല തേക്കുമരങ്ങളും കാട്ടുമരങ്ങളൊക്കെ ഇഷ്ടം പോലെ നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങൾ ഏറനാടിൻ്റെ പ്രദേശങ്ങളൊക്കെ അങ്ങനെയാണ്. ഇവിടെ അങ്ങനെ തന്നെയല്ലേ. അള്ളാഹു നമ്മുടെ കൂടെ ജീവിച്ച് നമുക്ക് മുമ്പേ പരലോകത്തേക്കുള്ള ഈ യാത്രയിൽ ഒറ്റക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞ് നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സുഹൃത്തുക്കൾ, കൂട്ടുകാർ, അവരുടെയൊക്കെ ഖബറുകൾ അള്ളാഹുവെ നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. നമ്മൾ അവരെക്കുറിച്ച് ഓർക്കുന്ന ഒരു സദസ്സാണിത്. നമ്മൾ എങ്ങനെയാണ് ഇനി ഈ യാത്രക്ക് ഒരുങ്ങേണ്ടത് എന്നുകൂടെ പഠിക്കുന്ന ഒരു മജ്ലിസാണിത്. അള്ളാഹു അവരെയും നമ്മയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി തരട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് അവിടെ കടന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉമർ എന്നവരെ കാണുന്നില്ല. ഞാൻ വിളിച്ചു ചോദിച്ചു, ഉമറേ നിങ്ങൾ എവിടെ? യാ അമീറുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ നേതാവേ നിങ്ങൾ എവിടെയാണെന്ന് ഞാൻ ഇങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ ഒരു കരച്ചിൽ കേട്ടു. ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെ മറവ് ചെയ്യാൻ വേണ്ടി ഏതോ ഒരു മയ്യത്തിന് വേണ്ടി കുഴിച്ചു വെച്ചൊരു ഖബറുണ്ടായിരുന്നു. ആ ഖബറിൽ കിടന്ന് പൊട്ടിക്കരയുകയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത് ആ യാത്രക്കുള്ള ഒരുക്കമാണ്. ഖബറിൽ നമ്മൾ ഒരുമിച്ചൽ, നമ്മൾ ഒറ്റക്കാണ്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്, കൂട്ടിന് മറ്റാരുമില്ലല്ലോ. അല്ലാഹു ആ നേരം അവന്റെ കരുണ, അവന്റെ അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലഹദ് മേ ജാകെ पछताना पड़ेगा सोच ले नादान, तेरे हमराह गर अमाल का दफ्तर नहीं होगा. മനോഹരമായൊരു കവിതയാണിത്. മുസൽമാൻ ഉദ്ഖുലൂ ഫിസ്സിൽം കാ ജബ് മസ്ഹർ नहीं होगा, शजरे उम्मीद का उसकी समर आवर नहीं होगा. ലഹദ് മേ ജാകെ, ലഹദ് എന്ന് പറഞ്ഞ ഖബർ, ലഹദ് മേ ജാകെ പച്താനാ പടേഗാ സോച്ച് ലോ നാദാൻ, तेरे हमराह गर अमाल का दफ्तर नहीं होगा. മുസ്ലിമീങ്ങളോടാണ് ഇഖ്ബാലിന്റെ ഈ വാക്കുകൾ. ഉദ്ഖുലൂ ഫിസ്സിൽം, ഇസ്ലാമിലേക്ക് മുഴുവനായിട്ട് കിടക്കണം. തലട്ട പോരാ, കാലിട്ട് വെച്ചാൽ പോരാ, മുഴുവനായി. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ എല്ലാവരും സമാധാനത്തിലേക്ക് കടന്നു വരണം. ശുദ്ധ ഖുർആൻ, സിൽം എന്ന് പറഞ്ഞാൽ സമാധാനം, അത് അല്ലാഹുവിന്റെ ദീനാണ്. നിങ്ങൾ അതിലേക്ക് ശരിക്കും കടക്കണം. കാലിട്ട് വെച്ച് രണ്ട് തോണിയിൽ അത് വേണ്ട.
മുഴുവനായി കടന്നുവാ. ജബ് മസ്ഹർ നഹീ ഹോഗാ ഷജറെ ഉമീദ് ഖാ ഉസ്കി സമർ ആവർ നഹീ ഹോഗാ. ആ മരം, പ്രതീക്ഷയുടെ മരം, അത് കായ്ക്കണമെങ്കിൽ, അതിൽ ഫലം വേണമെങ്കിൽ ഇസ്ലാമിലേക്ക് മുഴുവനായി കടക്കണം. അതുകൊണ്ട് മുസ്ലിമേ, നിന്റെ യാത്രക്ക് വേണ്ടി ഒരുങ്ങിക്കോ, അല്ലാഹുവിന്റെ മുമ്പിലേക്കുള്ള യാത്രക്ക് ഒരുങ്ങിക്കോ. ലഹദ് മേ ജാകെ പച്ഛതാനാ പടേഗാ സോച്ചിലേ നാദാൻ. വിവരമില്ലാത്ത സഹോദര, ഖബറിലേക്ക് ചെന്നിട്ട് സങ്കടപ്പെടേണ്ടി വരും, ഖബറിലേക്ക് ചെന്നിട്ട് കരയേണ്ടി വരും. ഓർത്തു നോക്കിക്കോ, ഓർത്തോ. തെരേ ഹംറാഹ് ഗർ അമാൽ കാ ദഫ്തർ നഹീ ഹോഗാ. നീ ചെയ്തു പോയ സൽക്കർമ്മങ്ങളുടെ, നിന്റെ ഗുണങ്ങളുടെ, നിന്റെ നന്മയുടെ കിതാബ് അല്ല നിന്റെ കയ്യിലുള്ളത് എങ്കിൽ, നാളെ ഖബറിന് കൂട്ടായിട്ട് നിന്റെ സൽക്കർമ്മങ്ങളാണ് കൂടെയുള്ളത് എങ്കിൽ പേടിക്കണ്ട. അതില്ലെങ്കിൽ പശ്ചാത്തപിക്കേണ്ടി വരും, സങ്കടപ്പെടേണ്ടി വരും. ലഹദ് മേ, ഖബറിൽ ചെന്നിട്ട് കരയേണ്ടി വരും. വലാ തഹീന മനാസ്, അവിടെ ചെന്ന് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് സ്വന്തം ശരീരത്തെ ആ യാത്രക്ക് വേണ്ടി ഒരുക്കാൻ ഖബറിന്റെ അകത്തേക്ക് കയറി ചെന്നത്. അല്ലാഹുവേ, അല്ലാഹുവേ, ആ നേരം നീ ഞങ്ങളോട് റഹ്മത്ത് ചെയ്യണേ തമ്പുരാനെ. അതുകൊണ്ട് സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് നമുക്ക് കടക്കണം. മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസിയുടെ സഫ്വത്തുസ് സഫ്വ എന്ന ലോകപ്രസിദ്ധമായ കിതാബുണ്ട്. ഇബ്നുൽ ജൗസിയുടെ മഹത്തുക്കളെ സംബന്ധിച്ച് വിവരിച്ച ഗ്രന്ഥമാണത്. അതിൽ മഹാനവറുകൾ ഒരു സംഭവത്തെ പറയുന്നുണ്ട്. ഒരു കാർപ്പന്റർ അല്ല, ഒരു നജ്ജാർ, ഒരു കാർപ്പന്റർ ആണിയടിച്ച് മരപ്പണി ചെയ്യുന്ന, മരം കൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാർപ്പന്റർ, ആശാരിയുടെ കഥ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മഹാത്മ്യം പറയുന്നുണ്ട്. ശുദ്ധമായ നിസ്കാരത്തിന്റെ വിളി വരികയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒരാണി വെച്ച് മേടാൻ പോവുകയാണ്. തന്റെ ജോലിക്കിടയിൽ വാങ്കുവിളിയെങ്ങാനും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അടിക്കാൻ ആണി വെച്ചിട്ട് ഹാമർ എടുത്തിട്ട് പൊക്കിയതാണ്. ആ അടി വീഴുന്നതിന്റെ മുമ്പാണ്, ആ ആണി അടിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു അക്ബർ എന്ന് വാങ്കുവിളി തുടങ്ങിയാൽ ആ ഹാമർ അവിടെ വെച്ചിട്ട് പറയുമത്രേ, ലാ ബാറകല്ലാഹു ഫീ തുർഖത്തിൻ സമിഅ സ്വാഹിബുഹാ അദാനല്ലാഹ്. അള്ളാഹുവിന്റെ വിളിയാളം കേട്ടുകഴിഞ്ഞാൽ പിന്നെ ഈ അടിയിൽ ബറക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇരിക്കട്ടെ, ഞാൻ എന്റെ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്, ഞാൻ എന്റെ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുകയാണെന്ന് പറഞ്ഞ് താൻ ഓങ്ങിവെച്ച ആ കൈ പോലും പൂർത്തിയാക്കാതെ മാറ്റിവെച്ച് നിസ്കാരത്തിലേക്ക് നടന്നു നീങ്ങിയ ഒരു കാർപ്പന്ററെ കുറിച്ച്, ഒരു നജ്ജാറിനെ കുറിച്ച്, ഒരു ആശാരിയെ കുറിച്ച് ഇബ്നുൽ ജൗസി കഥ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് അത്രക്കങ്ങ് കടന്നു വന്നിട്ടുണ്ടോ? ഒരുപക്ഷേ നമ്മുടെ ഈ ജീവിതം, ആ ഒറ്റക്കുള്ള യാത്രയിൽ നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കിട്ടുന്ന ചില നല്ല ക്യാപ്സ്യൂളുകളുണ്ട്. അത് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇപ്പൊ ചൊവ്വയിലേക്ക് പോവുക, ചന്ദ്രനിലേക്ക് പോവുക എന്നൊക്കെ പറയുമ്പോൾ ഇവർ കൊണ്ടുപോകുന്ന ഭക്ഷണം ഗുളികകളാണ്, ക്യാപ്സ്യൂളുകളാണ്. മൂത്രമൊഴിക്കാനുണ്ടാവില്ല, ടോയ്ലറ്റ് പോകാനുണ്ടാവില്ല. ആ ഗുളിക, ഒന്ന് ചെറിയ ഗുളിക ഉണ്ടാവും, അതങ്ങ് കഴിച്ചാൽ പിന്നെ ഒന്ന് ദാഹം ഉണ്ടാവില്ല, വിശപ്പുണ്ടാവില്ല. കാരണം ടോയ്ലറ്റൊക്കെ പ്രയാസമാണല്ലോ, ഗ്രാവിറ്റിയും പ്രശ്നങ്ങളും ഒക്കെയാണ്. അങ്ങനെ പറയാറുണ്ട്. ഇനി പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ എന്നറിയില്ല. ബിരിയാണി, ചിക്കൻ ബിരിയാണിയൊക്കെ കണക്ക് ഉണ്ടോ എന്ന് അല്ലാഹു ആലം. ഇപ്പോൾ ഉള്ള അറിവ് പ്രകാരം ക്യാപ്സ്യൂളുകളാണ് ഉണ്ടോ, ചെറിയ ഗുളികകളാണ്. അതാണ് ഫുഡ്, ഭക്ഷണം അതാണ്. അവിടെ ചെന്നാൽ പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, അവനെ കാര്യം ചെയ്യാൻ പറ്റും. സ്പേസിലേക്കുള്ള യാത്രയിൽ എങ്ങനെ ചെയ്യാം? സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, ചെറിയ സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടും നമുക്ക് ആഖിറത്തേക്കുള്ള യാത്രയിൽ. അത് കിട്ടുമെന്ന് നോക്ക്, വലുത് കിട്ടുന്നില്ല, ചെറുതുണ്ടെങ്കിൽ. ദൂനുവാസ് എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. ദൂനുവാസ് എന്ന് പറയുന്ന കവി ഫാസിഖായി മരണപ്പെട്ടു പോയ ആളാണ്, തെമ്മാടിയായി മരണപ്പെട്ടു പോയ ആളാണ്. ഇദാ മാ ഖലൗത അദ്ദഹറ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. നീ ഒറ്റക്കിരിക്കുകയാണെങ്കിൽ നീ ഒരിക്കലും പറഞ്ഞു പോവരുത്, ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞു പോവല്ലേ. നിന്റെ കൂടെ നിനക്ക് വിചാരണക്കാരനായി അള്ളാഹു നിന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് മറന്നു പോവല്ലേ എന്ന് എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ മരണം വളരെ മോശമായ മരണമായിരുന്നു.
അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ആ ദൂനുവാസിന്റെ കവിതകൾ വളരെ മനോഹരമായ കവിതകളാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം പ്രഗത്ഭരായ പണ്ഡിതന്മാർ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു. ചോദിച്ചു, അള്ളാഹു നിന്നോട് എന്ത് ചെയ്തു? അള്ളാഹു എനിക്ക് പുറത്തു തന്നു, എന്നെ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്ന് ദൂനുവാസ് മറുപടി പറഞ്ഞിട്ടുണ്ട്. സജ്ജനങ്ങളുടെ സ്വപ്നം, ഇതിലൊക്കെ അർത്ഥങ്ങളുണ്ട്, മാനയുണ്ട്. അതങ്ങനെ തന്നെയാണ്, അങ്ങനെയാണ്. ഇമാം ഔസാഇയുടെ ഒരു സ്വപ്നത്തെ സംബന്ധിച്ച് ഒരു ക്ലാസ്സിൽ മുമ്പ് പറഞ്ഞിരുന്നു. ഇമാം ഔസാഇ തങ്ങൾ അള്ളാഹുവിനെ സ്വപ്നം കണ്ടു എന്നതാണ്. അത് പണ്ഡിതന്മാർ ഉദ്ധരിച്ച പ്രഗത്ഭമായ സംഭവമാണ്. അതിന് ഏതോ ഒരാൾ കമന്റ് ഇട്ടത് കണ്ടു, ഇങ്ങനെ നുണ പറയാണെന്ന് പറഞ്ഞിട്ട്. ആ നുണ പറയാണെന്ന് പറഞ്ഞ ആളെ കിട്ടിയ തിരക്കേടില്ല എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് എവിടെ നിന്നാണല്ലോ അങ്ങനെ പറയണത്? കാരണം ലോകത്തെ അവരംഗീകരിക്കുന്ന ബിദ്അഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരടക്കമുള്ള ആളുകൾ ഉദ്ധരിച്ച സംഭവമാണത്. കേരളക്കരയിലേക്ക് എത്തുമ്പം പറയാം അത് നുണയാണ്, എങ്ങനെ നുണയെന്ന് പറയാം. ആധാറുകളും ദീനിന്റെ നഖലുകളും നിഷേധിക്കാൻ പാടില്ലല്ലോ, അത് നിഷേധിക്കാൻ പാടില്ലല്ലോ. ഇപ്പൊ ഇവിടെ ഒരു CD, ഇവിടെ ബിദ്അത്ത്, ശിർക്ക്, സുന്നത്ത്, ശിർക്ക് ഇതൊക്കെ പറയുന്ന ആ ഒരു ലേബിൾ, ഒരു CD 3.5 മണിക്കൂർ ഉള്ളൊരു പ്രഭാഷണമാണത് ദാൽഹുദയിൽ ചെയ്ത. അതിൽ നിരന്തരം അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളുകളോട് ശിർക്കാണ്, കുഫറാണ്, ബിദ്അത്താണെന്നൊക്കെ പറയുന്ന അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് എന്ന് ശരിക്കും ചർച്ച ചെയ്ത ഒരു പ്രൗഢമായ, ശരിക്കും ഹോംവർക്ക് ചെയ്ത ഒരു പരിപാടിയാണത്. ഞാൻ പറയുന്നത് അതിലൊക്കെ ഒരുപാട് പ്രമാണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. എനിക്ക് മറുപടിയല്ല പറയേണ്ടത്, ആ പ്രാമാണികരായ പണ്ഡിതന്മാർക്ക് മറുപടി പറയണം. ഇമാം സുയൂത്തി, ഇമാം നബവി തങ്ങൾ, പ്രഗത്ഭരായ ആലിമീങ്ങൾ, അവരുടെ ഉദ്ധരണികൾ മാത്രമാണ് ആ ചർച്ചയിലുള്ളത്. അപ്പോ ഇന്നത്തെ ഏറ്റവും വലിയൊരു അപജയം അതാണ്. സ്വയം ബുദ്ധിക്ക് തോന്നുന്നില്ല ശരിയാണ്, അങ്ങോട്ട് നിഷേധിക്കുക. ഹിജ്ർ ഇസ്മായിലിനെ സംബന്ധിച്ച് അങ്ങനെ ചർച്ചക്ക് നമ്മളതിന് മറുപടി അറിയേണ്ടിരിക്കും. മണ്ടത്തരം പറയുന്നവർക്ക് പിന്നെ എന്താ ചെയ്യാ? പ്രഗത്ഭര ഇമാം ബൈളാവി തങ്ങൾ ഉദ്ധരിച്ച സംഭവം, ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ, ഇമാം ദഹബി തങ്ങൾ, ഇബ്നു ഹിഷാം തങ്ങൾ, ഇബ്നു ജരീർ തങ്ങൾ, ഇവരൊക്കെ പറഞ്ഞത് അതൊന്നും നോക്കാതെ അങ്ങോട്ട് പറയാ, ഇത് വേറെ ആരും പറഞ്ഞിട്ടില്ലല്ലോ, ഹിജ്ർ ഇസ്മായിലിലാണോ ഇസ്മായിൽ നബിന്റെ ഖബറുള്ളത്? അല്ല എന്നങ്ങോട്ട് വിളിച്ചു പറയുന്നേ. നമ്മളത് പറയുമ്പോൾ അത് തെറ്റാന്നും പറയാ, എന്താ ചെയ്യാ? അങ്ങനെയാണെങ്കിൽ ദശക്കണക്കിന് പണ്ഡിതന്മാർ നുണ പറഞ്ഞു എന്ന് പറയേണ്ടി വരും. നമ്മൾ പ്രമാണങ്ങളാണ് പറയാ, വാറോലകളോ ഇല്ലാത്തതോ വിളിച്ചു പറയും. ഇതൊരു അമാനത്താണ്. വേദ പറയാന്ന് പറഞ്ഞാൽ അമാനത്താണ്. ഞാനത് രേഖകളില്ലാതെ പറയില്ല. ഞാൻ എൻ്റെ വകയായിട്ട് വല്ലതും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് നിങ്ങൾ ഉപേക്ഷിച്ചോ. പക്ഷെ കിതാബുകളിൽ ഇന്ന ആലിമ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ കിതാബാണ് നോക്കേണ്ടത്. അത് അവിടെ ഉണ്ടോ ഇല്ലേ എന്ന് പിന്നെ പറയേണ്ടതുള്ളൂ. അവിടെ ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അല്ലാതെ അത് തെറ്റാണ്, അത് നുണ പറയാൻ, പച്ചക്കള്ളം പറയാൻ എന്നൊക്കെ പറയാൻ തപ്പന ചെയ്യാം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സ്വപ്ന ദർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം അതങ്ങനെ കണ്ടപ്പോൾ അതിന് സങ്കടം തോന്നി. ഇങ്ങനെയൊക്കെ ആളുകൾ വിഷയങ്ങൾ മനസ്സിലാക്കാതെ എന്തോ വൈരാഗ്യത്തിന്റെ പേരിൽ നുണ പറയാണെന്നോ കള്ളം പറയാണെന്നോ അങ്ങനെയൊക്കെ പറയുന്നത് ദയവ് ചെയ്ത് ആലോചിച്ചു പറയണം എന്ന് മാത്രം അത്തരം ആളുകൾക്ക് വേണ്ടി പറയാണ്. നിങ്ങൾ വിഷമൊന്നും വിചാരിക്കരുത്. ദൂനുവാസിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ സ്വപ്നം കണ്ട സംഭവം ഇതും പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ച സംഭവമാണ്. ഇവര് നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ നിഷേധിക്കുന്ന ആളുകളുടെ തലതൊട്ടപ്പന്മാർ അവരുടെ കിതാബുകൾ വരെ ഉദ്ധരിച്ച സംഭവമാണ്. അപ്പൊ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തോളൂ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇത്തരം കിതാബുകളുടെ ഉദ്ധരണികളെ നിഷേധിക്കാൻ പാടില്ല. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ ആ ആലിമുമായി സംവദിക്കും, അത്ര നമുക്ക് പറയാൻ പറ്റും. ദുനുവാസ് ഇദാ മാ ഖലൗത الدهر يوما فلا تقل خلوت ولكن قل علي رقيب. നീ എവിടെയെങ്കിലും ഒറ്റക്കാണെങ്കിൽ പറഞ്ഞു പോവരുത് ഖലൗതു, ഞാൻ ഒറ്റക്കാണെന്ന് പറയല്ലേ. വലാകിൻ ഖുൽ അലയ്യ റഖീബു, എന്നെ വീക്ഷിക്കുന്ന അല്ലാഹു എൻ്റെ കൂടെയുണ്ട് എന്നാണ് നീ പറയേണ്ടത് എന്ന് എപ്പോഴും പാടുമായിരുന്ന അബൂ നുവാസ് എന്ന് പറയുന്ന ആൾ. അബൂ നുവാസ് അല്ലാമ ഇബ്നു കസീർ തങ്ങൾ അൽ ബിദായ വൻ നിഹായയിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീർ തങ്ങൾ അബൂ നുവാസിന്റെ മരണശേഷം പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു. ചോദിച്ചു, അബൂ നുവാസേ, എങ്ങനെയുണ്ട് ഖബർ ജീവിതം? മാ ഫഅല അല്ലാഹു ബിക, അല്ലാഹു നിങ്ങളെ എന്തു ചെയ്തു എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു, ഗഫറലി, അല്ലാഹു എനിക്ക് പുറത്തു തന്നു, വഅദ്ഖലനിൽ ജന്ന, അല്ലാഹു എനിക്ക് സ്വർഗ്ഗം തന്നു. അപ്പൊ അവരൊക്കെ ചോദിച്ചു, ബിമാദാ, എന്തേ സ്വർഗ്ഗം കിട്ടാൻ കാരണം? ഒരുപാട് തെറ്റ് ചെയ്ത ആളല്ലേ. ഖാല വസഫ്തു الزهറ,
ഞാനൊരു പുഷ്പത്തെ സംബന്ധിച്ച് വർണ്ണിച്ചൊരു കവിത ചൊല്ലിയിരുന്നു, ഒരു പാട്ട് പാടിയിരുന്നു. ഒരു പുഷ്പത്തെ സംബന്ധിച്ച്, നർഗിസ് പുഷ്പത്തെ സംബന്ധിച്ച് അൽ ഖസീദത്തുൻ നർജസിയ എന്നാണ് അതിന്റെ പേര്. നർഗിസ് പുഷ്പം. ഹസാറോൻ സാൽ നർഗിസ് അപ്നി ബേനൂരി പേ റോती है, बड़ी मुश्किल से होता है चमन में दीदवर पैदा. हजारों साल नरगिस अपनी बेनूरी पे रोती है, बड़ी मुश्किल से होता है चमन में दीदवर पैदा. പെട്ടെന്ന് ആയിക്കോട്ടെ. നമ്മുടെ വിഖാന്റെ വള്ളിമാരൊക്കെ റെഡിയല്ലേ? അപ്പൊ എന്തെങ്കിലുമൊക്കെ സ്വതക്ക തരണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടായിരിക്കും ഇവിടെ ഇരിക്കണത്. ഇത് ഇൽമിന്റെ മജ്ലിസ് അല്ലേ? വരുമ്പോ എന്തെങ്കിലും കയ്യിൽ കരുതൂലേ? കരുതിയിട്ടില്ലേ? ഈ വേളത്തിന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന് നിയത്ത് ചെയ്ത് ഒന്നോരുന്ന് കൈപൊക്കിയാട്ടെ. ഒരു മാത്രം കൊടുത്താൽ മതി ബക്കറ്റേക്ക്, അല്ലാത്തൊന്നും കൊടുക്കണ്ട. ഞാൻ ഒന്നും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് തീരുമാനിച്ചതെങ്കിൽ കൊടുക്കണ്ട. അൽഹംദുലില്ലാ, ഈ ആൾക്കാരുടെ ഉങ്ങളെ മുമ്പിലൂടെ ഒക്കെ വരുമ്പോൾ എന്തേ കൊടുത്തേക്ക്. ഇനി അപ്പം നിയത്ത് ചെയ്തില്ല, ഇപ്പൊ കൊടുക്കണം തോന്നുന്നുണ്ട്, എന്നാലും കൊടുക്കല്ലേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതൊക്കെ നമുക്കെന്തറിയോ, നിങ്ങളെല്ലാവരും ഇപ്പൊ വീട്ടിൽ വന്ന് കാണാൻ കഴിയില്ല കമ്മിറ്റിക്കാർക്ക്. ഓർക്കും കുട്ടികളും മക്കളും ജോലിയും കച്ചവടമൊക്കെ ഉള്ളവരാ. ഇവർ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന പണിയാണ് ഈ പള്ളിയുടെ ഉത്തരവാദിത്വം. അത് അവസാനം ഇറങ്ങിപ്പോകുമ്പോൾ 100 രൂപയ്ക്ക് ബില്ലില്ല എന്ന് പറഞ്ഞ് കള്ളനായിട്ട് അവസാനം ഇറങ്ങുക. ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് ചെലവഴിച്ചിട്ടുണ്ടോ, അതൊന്നും ആൾക്കാരെ കാണൂല. അതാണ് ഈ നാട്ടുകാരുടെ അവസ്ഥ. അങ്ങനെയാണ്. അവസാനം ഖജാൻജി 1000 രൂപ കട്ടിട്ടുണ്ട് പള്ളിൻ്റെ, ഈ പാവത്തിന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ പോയതിന് കണക്കുണ്ടാവില്ല. അതാരും ചോദിക്കൂല. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മളെ പള്ളി വികസിപ്പിക്കുകയാണ്. നന്നായിട്ട് കൈയഴിഞ്ഞു കൊടുക്കി. ഇതൊക്കെ നാളെ അള്ളാന്റെ മുമ്പിൽ എത്തുമ്പോൾ, അള്ളാഹുവിന്റെ മുമ്പിൽ വിസ്തരിക്കപ്പെടുമ്പോൾ നമ്മുടെ തുലാസിൽ കനം തൂങ്ങുന്ന അമലായിട്ട് മാറണം. അള്ളാഹു സഹായിക്കട്ടെ. അബൂ നുവാസിനോട് ചോദിച്ചു, അബൂ നുവാസേ, അള്ളാഹു നിങ്ങൾക്ക് എന്താണ് പുറത്തു തരാൻ കാരണം? അദ്ദേഹം മറുപടി പറഞ്ഞത് ഞാൻ പറഞ്ഞ ക്യാപ്സ്യൂളാണ്. ചെറിയൊരു സംഗതി, നമ്മൾ വലിയ സംഗതിയല്ല പ്രതീക്ഷിക്കുന്നത്, ചെറുതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റും. വസഫത്തു സഹറ തന്റെ അൽ ഖസീദത്തു നർജസിയയിൽ നർഗിസ് പുഷ്പത്തെ സംബന്ധിച്ച് വിവരിച്ചപ്പോ, ആ പുഷ്പത്തെ പടച്ചവൻ അല്ലാഹുവാണ്. ആ പൂക്കൾക്ക് നിറവും ഭംഗിയും മണവും നൽകിയത് അല്ലാഹുവാണ്. ഇത് അല്ലാഹുവിന്റെ അപാരമായ സൃഷ്ടിയാണ് എന്ന് ആ ഒരു പൂവിനെ പറ്റി ഞാൻ വർണ്ണിച്ചു പറഞ്ഞ ആ 2 കവിതയാണ് എനിക്ക് അല്ലാഹു മാപ്പാക്കി തരാനും എനിക്ക് നാളെ രക്ഷപ്പെടാനും കാരണമായത് എന്ന് അബൂ നുവാസ് മറുപടി പറഞ്ഞത് അല്ലാമ ഇബ്നു കസീർ തങ്ങൾ അൽ ബിദായ വൻ നിഹായിൽ പറഞ്ഞിട്ടുണ്ട്. ചെറുത് ഒരു പൂവിനെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു കൊടുത്തു. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസാണ്. അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിടുന്ന ഒരു മനുഷ്യന്റെ കഥ. ഏത്? ഫീ ഷജറത്തിൻ, ഒരു മരത്തിന്റെ വിഷയത്തിൽ ഒരു മനുഷ്യൻ സ്വർഗ്ഗത്തിൽ പോയിട്ടുണ്ട്. ആ മരം ഒരു വഴിയുടെ നടുവിലായിരുന്നു. റോഡിന്റെ നടുവിൽ മരം. ആളുകൾക്ക് പ്രയാസമുണ്ടായിരുന്നു. ഖതഅഹാ അൻ ദുഹരി ത്വരീഖ്, വഴിയിൽ നിന്ന് ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന വിധത്തിൽ നിൽക്കുന്ന ആ മരം വെട്ടി ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അതിന്റെ പേരിൽ അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുത്തു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോ റോഡ് സൈഡിൽ ഇപ്പൊ റോഡ് വികസനങ്ങളൊക്കെ വരികയാണ്. പാനൂർ ടൗണൊക്കെ പറ്റ പോയിട്ട് 4 വരി ഭാഗത്ത് പേരെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാഹു വേല എന്ന് വരെ നമുക്ക് കാണാൻ കഴിയും, നമ്മളെ കുട്ടിയെ കാണാൻ കഴിയുമെന്ന് അല്ലാഹു വേല. ഇനി അടുത്ത് വരികയാണ് അല്ലാഹു വേല. പ്രതീക്ഷയിൽ കാത്തിരിക്കുക. എയർപോർട്ട് ഓപ്പൺ, കോഴിക്കോട് എയർപോർട്ട് ഉണ്ട്. അവിടെ ഒരു 4 വരെ പദം പോയിട്ട് 1.5 പാദം ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പോ റോഡിലേക്ക് ഒരു വികസനം വരുമ്പോ കൊടി പിടിക്കുന്ന ആൾക്കാരുണ്ട്. ചീനിമരം, അറ്റമരം, ഈ മരം അത് മുറിക്കാൻ പറ്റൂല, ആ കൊമ്പ് വെട്ടാൻ പറ്റൂല. സമരത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യത്തിനാവണം. ഒരു കണ്ടെയ്നർ ലോറി കടന്നു പോവുകയാണ്, ഒരു ലോഡ് വെച്ച് ലോറി കടന്നു പോവുകയാണ്. ഡ്രൈവർമാർക്ക് ഈ അട്ടപ്പാതിരൊക്കെ കാണാൻ പറ്റും ഈ കൊമ്പ് ചാഞ്ഞു നിൽക്കുന്നത്. എത്ര അപകടകരമാണ് നമ്മുടെ റോഡുകളൊക്കെ. മുറിച്ചു മാറ്റേണ്ടത് വേണ്ടേ? അത് മരാണെങ്കിലും കൊമ്പാണെങ്കിലും വഴിയിൽ നിന്ന് തടസ്സം നീക്കണ്ടേ? അതിന് സമ്മതിക്കാത്ത കുറെ പ്രകൃതി സംരക്ഷകരായി വരുന്ന ആളുകൾ ആദ്യം മനുഷ്യ സംരക്ഷകരാകണം, എന്നിട്ട് പ്രകൃതിക്ക്. മനുഷ്യനല്ലേ സംരക്ഷണം വേണ്ടത്, എന്നിട്ട് പ്രകൃതി. അങ്ങനെയാണ് വിശുദ്ധ ഖുർആനാണ് ആ ആശയം പഠിപ്പിക്കുന്നത്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഈ പ്രപഞ്ചത്തിലെ സർവ്വതും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പടച്ചത്. അതാണ് ഇസ്ലാമും ഇസ്ലാമേതര സിദ്ധാന്തവും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യന്റെ നന്മയാണ് ആദ്യം കാണേണ്ടത്. ബാംഗ്ലൂർ റോട്ടില്
നൈറ്റ് യാത്ര അല്ലേ, പ്രയാസമാണ്, റോഡ് ബ്ലോക്ക് ചെയ്യും. എന്തേ? അവിടുത്തെ ആനകൾക്കും പുലികൾക്കൊന്നും ഉറങ്ങാൻ പറ്റണില്ല, അവരുടെ ഹോണടി കൊണ്ട്. സംഭവം ശരി. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മനുഷ്യൻ അവിടെ യാത്ര ചെയ്യണം. അവിടെ ഹോസ്പിറ്റലിൽ പോകുന്നവർ, കച്ചവടത്തിന് പോകുന്നവർ, അത്യാവശ്യത്തിന് പോകുന്നവർ യാത്രക്കാരാ. അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തിട്ട് ബാക്കിയാണ് മൃഗങ്ങൾക്ക്. കാരണം മനുഷ്യനെന്ന ഈ മൃഗത്തിനാണ് ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കേണ്ടത്, പിന്നെയാണ് മറ്റു മൃഗങ്ങൾക്ക്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. റോഡ് അടച്ചിടല്ല വേണ്ടത്, അതിന് വേറെ പരിഹാരമാണ് കാണേണ്ടത്. മനുഷ്യന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ വഴിവക്കിൽ നിന്നൊരു മരം മുറിച്ചു മാറ്റിയതിന്റെ പേരിൽ അള്ളാഹു അയാൾക്ക് നന്ദി ചെയ്തു, അയാൾക്ക് ഉപകാരം ചെയ്തു, അയാളുടെ നന്മ അള്ളാഹു സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ സ്വർഗത്തിൽ കടന്നിട്ടുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയൊരു വിഷയം, ചെറിയൊരു നന്മയാണ്, ഒരുപക്ഷെ അത് മതിയാവും രക്ഷപ്പെടാൻ. ജരീർ ഇബ്നു അത്വിയ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. ജരീർ ഇബ്നു അത്വിയ അദ്ദേഹം അത്ര നല്ല കവിയൊന്നുമല്ല. ജരീർ ഇബ്നു അത്വിയയെ സംബന്ധിച്ച് അല്ലാമ ഇബ്നു കസീർ തങ്ങൾ തന്നെ അൽ ബിദായ വൻ നിഹായയിൽ വിവരിക്കുന്നുണ്ട്. ജരീർ ഇബ്നു അത്വിയ മരണപ്പെട്ടതിന്റെ ശേഷം അദ്ദേഹത്തോട് കൂട്ടുകാർ ചോദിച്ചു, സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക. ഇത് ഇമാം ഇബ്നു കസീർ തങ്ങൾ ഉദ്ധരിക്കണമെങ്കിൽ ഇബ്നു കസീർ തങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു സനദോ ഒരു ഉദ്ധരണിയോ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ആ സംഭവം ഉദ്ധരിക്കുന്നത്. ഇബ്നു കസീർ തങ്ങൾ കൊടുക്കാൻ കാരണം ഇവരൊക്കെ ആരാണ് ഈ പണ്ഡിതന്മാർ എന്ന് മാത്രം പഠിച്ചാൽ കുറേ അസുഖങ്ങൾ തീരും. ഈ ആലിമീങ്ങൾ, നമ്മളീ പറയണ ഈ പ്രാസംഗന്മാരല്ല ഈ ആലിമീങ്ങൾ. ഇവരൊക്കെ വലിയ ജുബാലുൻ ഉലമാഉൻ ജഹ്ബദ, ഇവരൊക്കെ വലിയ വലിയ ആലിമീങ്ങളാണ്. ജീവിതം ഇൽമിന് വേണ്ടി ത്യജിച്ചവരാണ്. അവരൊക്കെയാണ് ഈ ഗ്രന്ഥങ്ങളും ഉദ്ധരണികളും സംഭവങ്ങളൊക്കെ നമുക്ക് കൈമാറിയത്. ഇബ്നു കസീർ തങ്ങൾ ജരീർ ഇബ്നു അത്വിയയെ സംബന്ധിച്ച് പറഞ്ഞു, സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക ജരീർ ഇബ്നു അത്വിയ, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്, എന്താണ് ഖബറിലെ ജീവിതം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗഫറല്ലാഹു ലീ, അല്ലാഹു എനിക്ക് പുറത്തു തന്നു, വഅദ്ഖലനിൽ ജന്ന, അല്ലാഹു എനിക്ക് സ്വർഗ്ഗം തന്നു. എന്തേ കാരണം? എന്തേ കാരണം എന്നറിയോ? ചെറിയൊരു വിഷയം. അദ്ദൻതു വഹദി ഫിൽ ബാദിയ ഹൈസു ലാ യറാനി ഇല്ലല്ലാഹ്. ഞാനൊരു മരുഭൂമിയിൽ യാത്ര പോകുമ്പോൾ നിസ്കരിക്കാൻ നേരമായപ്പോൾ ഞാൻ ഒറ്റക്ക് നിന്ന് മരുഭൂമിയിൽ വാങ്ക് വിളിച്ചിട്ടുണ്ട്. ഒറ്റക്ക് യാത്ര പോയപ്പോൾ മരുഭൂമിയിൽ വെച്ച് ഞാനൊരു വാങ്ക് വിളിച്ചിട്ടുണ്ട്. ആ വാങ്കാണ് എനിക്ക് രക്ഷപ്പെടാൻ കാരണമായത്. ഹൈസു ലാ യറാനി ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാരും അവിടെ എന്നെ കാണുന്നില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ അല്ലാഹു ഏറ്റവും വലിയവനാണ്, അല്ലാഹു ഏറ്റവും വലിയവനാണ്, അല്ലാഹു ഏറ്റവും വലിയവനാണെന്ന് 4 തവണ വിളിച്ചു പറഞ്ഞു തുടങ്ങുന്ന വാങ്ക് ഞാൻ ആ മരുഭൂമിയിൽ ചെയ്തപ്പോ അല്ലാഹു എന്നെ ആ വാങ്ക് വിളി കൊണ്ടാണ് രക്ഷപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുഅദ്ദിനുമാർ, നമ്മുടെ മുക്രിമാർ, മുല്ലമാർ അവരൊക്കെ ചെയ്യുന്ന സേവനം എത്ര വലുതാണ്, എത്ര വാങ്കുലിയാണ് അവർ കൊടുക്കുന്നത്. നമുക്ക് വാങ്ങ് കൊടുക്കാൻ മടിയായിരിക്കും ചിലപ്പോ. ഈ കൊടുക്കെന്ന് പറയും. സുബ്ഹാനല്ലാഹ്, സ്വഹാബികളൊക്കെ വാങ്ങ് കൊടുക്കാൻ തർക്കിക്കുമാൻ, ഞാൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഖാദിസിയ യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദിൻ, കണ്ണു കാണാത്ത സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ഖാദിസിയ യുദ്ധത്തിൽ വെച്ച് ഷഹീദായപ്പോ, കണ്ണു കാണാത്ത സ്വഹാബിയായിരുന്നു. യുദ്ധത്തിലേക്ക് വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികൾ, മഹാനായ സ്വഹാബിയായ കണ്ണു കാണാത്ത ദരീറുൽ ബസറായ മഖ്ഫൂഫുൽ ബസറായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അബ്ദുല്ലാഹ്, നിങ്ങൾ എന്തിനാണ് യുദ്ധത്തിന് വന്നത് കണ്ണു കാണാതെ? നിങ്ങളെ ശത്രുക്കൾ ആക്രമിക്കില്ലയോ? നിങ്ങൾ എന്തിനാണ് വന്നത്? നിങ്ങൾ യുദ്ധത്തിന് വന്നില്ലെങ്കിലും അല്ലാഹു നിങ്ങളോട് ചോദിക്കില്ലല്ലോ എന്ന് പറഞ്ഞ നേരം നമ്മൾ ഓർക്കണം, ഇസ്ലാമിനെതിരെ അന്ന് ശത്രുക്കൾ യുദ്ധം പ്രഖ്യാപിച്ച കാലം അല്ലാഹുവിന്റെ റസൂലും അനുയായികളും ശത്രുക്കളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിബിതങ്ങളല്ല, സ്വഹാബികളല്ല യുദ്ധം തുടങ്ങിയത്. വഹും ബദഊകും അവ്വല മറ, ആദ്യം യുദ്ധം തുടങ്ങിയത് ശത്രുക്കളാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള യുദ്ധമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഹബീബിന്റെ ഗസ്വകളെല്ലാം ശത്രുക്കൾ ഇങ്ങോട്ട് വന്നപ്പോൾ പ്രതിരോധിക്കാൻ ചെന്നതാണ്. ഹൈന്ദവ സഹോദരങ്ങളെ സദസ്സിലുണ്ട്, അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇസ്ലാം യുദ്ധമല്ല, ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്. ആ വാക്കർത്ഥം അതാണല്ലോ. വലിയ അത്ഭുതമല്ലേ? അള്ളാഹുവിനെ സമർപ്പിക്കുക, സമാധാനത്തിലേക്ക് പ്രവേശിക്കുക, ഈ രണ്ടർത്ഥമാണ് അതിനുള്ളത്.
നബി തങ്ങളുടെ യുദ്ധം എങ്ങനെയാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിന് വന്നപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഇൻഫിറൂ ഖിഫാഫൻ ഔ സിഖാലാ, നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും യുദ്ധത്തിന് പോകണം, അതല്ലേ അല്ലാഹു പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വന്നത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു. അങ്ങനെ ശത്രുവിന്റെ വാളിനാൽ മഹാനവറുകൾ അവിടെ ഷഹീദാവുകയാണ്. ഖാദിസിയ യുദ്ധം നടന്നത് ഇറാനിലാണ്, റുസ്തുമിന്റെ ഭരണത്തിൽ. ഖാദിസിയ ഇറാനിന്റെ ഭാഗമാണ്, അന്നത്തെ പേർഷ്യയാണത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദിൻ, ആ മുഅദ്ദിനെ കുറിച്ചാണ് ആയത്തിറങ്ങിയത്. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ എന്ന് വിശുദ്ധ ഖുർആൻ നബിയെ